الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. ഇന്നലെ നമ്മൾ പറഞ്ഞത് മുളാരിയായ മുസ്തഖ്ബിലായ ഫിഅലുകൾക്ക് നസ്ബ് ചെയ്യുന്ന 4 അക്ഷരങ്ങളെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ പറയുന്നത് മുസ്തഖ്ബിലായ ഫിഅലുകൾക്ക് ജസ്മ് ചെയ്യുന്ന 4 അക്ഷരങ്ങളെ കുറിച്ചാണ്. നോക്കാം. ബാബു ഹുറൂഫിൽ ജസ്മി, ജസ്മിന്റെ അക്ഷരങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. ജസ്മ് ചെയ്യുന്ന അക്ഷരങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. നോക്കാം. ഹുറൂഫുൽ ജസ്മി, ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ തഖ്തസു, അത് പ്രത്യേകമാകും, ബിൽ അഫ്ആലിൽ മുസ്തഖ്ബിലത്തി, മുസ്തഖ്ബിലായ ഫീലുകളോട്. മുസ്തഖ്ബിലായ ഫീല് കൊണ്ട് പ്രത്യേകമാകുന്നതാണ് ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ. മാളിയായ ഫീലിൽ അത് വരൂല, അംറിൽ വരൂല, അതുപോലെ മറ്റ് ഫീലുകളിൽ ഒന്നും വരൂല. മുസ്തഖ്ബിലായ ഫീലുകളിൽ മാത്രമേ അത് വരൂ. വഹുറൂഫുഹു, അതിൻ്റെ ഹർഫുകൾ, ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ ലം, ലമ്മാണ്, വലമ്മ, ലമ്മയുമാണ്, വ അലം, അലം ആണ്, വ അലമ്മ, വല്ലാമു ഫിൽ അംരി, വല ഫിൻ നഹി, നഹിയിലെ ലായും അതുപോലെ അംറിൻ്റെ ലാമും. അപ്പോൾ ഇവിടെ നമ്മൾ 5 ഹർഫുകളാണ് എവിടെ പഠിച്ചിരുന്നത്? അവാമിൽ പഠിച്ചിരുന്നത്. ഇൻ, ലം, ലമ്മ, അംറിൻ്റെ ലാമ്, നഹിയൻ്റെ ലാം, ഈ 5. ഇതിൽ ഇൻ എന്നത് പറഞ്ഞിട്ടില്ല. ഇന്ന് അടുത്ത ഭാഗത്താണ് അത് പറയാം. കാരണം അത് 2 എണ്ണത്തിന് ജസ്മ് ചെയ്യുന്നതാണ്. 2 മുസ്തഖ്ബിലായ ഫീലുകൾക്ക് ജസ്മ് ചെയ്യും. പക്ഷെ ഇവിടെ 2 എണ്ണം കൂടിയിട്ടുണ്ട്. അലം, അലമ്മ, അതെന്തായിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. അത് ലമ്മും ലമ്മ പോലെ തന്നെയാണ് അത്. അപ്പോൾ ഖുർആനിൽ അലം തറ കൈഫ ഫഅല റബ്ബുക അലം യജ്അൽ കൈദഹും, അങ്ങനെയൊക്കെയുള്ള ഉപയോഗം വ്യാപകമായി വന്നു. അങ്ങനെ വന്നതാണ് അലം എന്നുള്ളത് കൂടി എടുത്തു പറഞ്ഞു എന്നുള്ളൂ. ശരിക്കും ലം എന്നതിനോട് കൂടെ ഒരു വസ്ലിൻ്റെ ഇസ്തിഫാമിൻ്റെ അലിഫ്, ഹംസ ചേർന്ന് വന്നതാണ്. അപ്പോൾ നോക്കി, ലം, ലമ്മ, അലം,
അലമ്മ അംറിലുള്ള ലാമും നഹിയിലുള്ള ലായും. ഫഹാദിഹിൽ ഹുറൂഫു ഈ ഹർഫുകൾ തജ്സിമു ജസ്മ് ചെയ്യും അൽ അഫ്ആൽ അൽ മുസ്തഖ്ബിലത മുസ്തഖ്ബിലായ ഫീലുകൾക്ക് ജസ്മ് ചെയ്യും. തഖൂലു നീ പറയും ലം യദ്രിബ് കണ്ടോ ലം യദ്രിബ്. ഫതജ്സിമു നീ ജസ്മ് ചെയ്തു യദ്രിബു യദ്രിബു എന്നുള്ളതിനിക്ക് നീ ജസ്മ് ചെയ്തു. എന്തുകൊണ്ടാ ജസ്മ് ചെയ്തത്? ബിലം ലം എന്നതുകൊണ്ട് ജസ്മ് ചെയ്തു. അപ്പൊ യദ്രിബ് എന്നായി. സുക്കൂൻ കൊണ്ട് ജസ്മ് ചെയ്തു. ഇനി അതിന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവ് പറയുകയാണ്. ഖാല അല്ലാഹു തആല അല്ലാഹു തആല പറയുന്നു ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവിടെ നോക്ക് നിങ്ങൾ, ലം യലിദ് അവിടെ എന്ത് ചെയ്തു? ജസ്മ് ചെയ്തു. വലം യൂലദ് അവിടെയും ജസ്മ് ചെയ്തു. വലം യകുൽ ലഹു കുഫുവൻ അഹദ് അവിടെയും എന്ത് ചെയ്തു? ജസ്മ് ചെയ്തു. ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അതായത് മുസ്തഖ്ബിലായ ഫിഇലുകൾക്ക് ജസ്മ് ചെയ്യുന്ന മുസ്തഖ്ബിലായ ഫിഇലുകൾക്ക് ജസ്മ് ചെയ്യുന്ന ഹർഫുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇന്നലെ നമ്മൾ മുസ്തഖ്ബിലായ ഫീലുകൾക്ക് നസ്ബ് ചെയ്യുന്ന ഹർഫുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് ജസ്മ് ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ലം ലമ്മ അലം അലമ്മ അംറിലെ ലാമും നഹീലെ ലായും ഈ പറയപ്പെട്ട ഹർഫുകളൊക്കെ മുസ്തഖ്ബിലായ ഫീലിനിക്ക് എന്ത് ചെയ്യും? ജസ്മ് ചെയ്യും. മുസ്തഖ്ബിലായ ഫീലിനിക്ക് ജസ്മ് ചെയ്യും. അപ്പോൾ ഇവിടെ ലം യലിദ് ഉണ്ടോ? വലദ യലിദു എന്നാണ് അതിൻ്റെ മുതാരി. യലിദു അവിടുത്തെ ഒരു വാവ് കളയപ്പെട്ടു പോയി. അത് നമ്മൾ സഞ്ചാനിൽ പഠിക്കും. എന്തുകൊണ്ടാണ് വാവ് അവിടെ പോയത്? മുഅത്തല്ലായ അക്ഷരമാണ് വാവ്. അലിഫും വാവും യാവൊക്കെ. വാവ് അവിടെ പോയി, നഷ്ടപ്പെട്ടു. ഇനിയോ വലം യൂലദ് യൂലദ് അവിടെയും ജസ്മ് ചെയ്തു. അവിടെ വാവ് മടങ്ങി വന്നു. യൂലദ്. വലം യക്കുൻ കാന യകൂനു ആ ലമ്മു വന്നപ്പോൾ യക്കുൻ. ഇങ്ങനെ മുസ്തഖ്ബിലായ ഫീലുകൾക്ക് മുമ്പിൽ മേൽ പറയപ്പെട്ട അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവകൾ ജസ്മ് ചെയ്യും. ക്ലിയർ ആണോ? ജുമാന ഓക്കെ അല്ലേ? യെസ്, നോക്കാം. ബാബു ഷർത്തി വൽ ജസായി, ഷർത്തിൻ്റെയും ജസാഇനെയും കുറിച്ച് പറയുന്ന അധ്യായമാണ്. അവിടെ കുട്ടികൾക്ക് നമ്മൾ 3 സെക്ഷനിൽ 3 പിന്നെ നമ്മുടെ വശർത്തു ഷർത്ത് ഐളൻ
നേരത്തെ ലമ്മും ലം അതൊക്കെ പറഞ്ഞില്ല നമ്മൾ. ജസ്മ് ചെയ്യുന്ന അക്ഷരങ്ങൾ അതിന് പുറമെ ഷർത്തും മിൻ ഖവാസിൽ ഫിഅലി, ഫിഅലിൻ്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. ഷർത്ത് ഫിയലുമായിട്ടാണ് ബന്ധിപ്പിക്കുക. എന്തിൽ വരില്ല? ഇസ്മിലോ ഹർഫിലോ ഷർത്ത് വരില്ല. ഷർത്തും ഫിയലുകൾ കൊണ്ട് പ്രത്യേകമാകുന്നതാണ്. അത് ഫീല, മറ്റേത് മുസ്തഖ്ബിലായ ഫീല നമ്മൾ പറഞ്ഞ്. ചില ഷർത്തുകൾ മാദിയായ ഫീലിലും വരും. വഹുവ, ഈ ഷർത്തും യജ്സിമുഹു, മുസ്തഖ്ബിലായ ഫീലിനിക്ക് ജസ്മ് ചെയ്യും. മുസ്തഖ്ബിലായ ഫീലിനിക്ക് ഷർത്തും എന്ത് ചെയ്യും? ജസ്മ് ചെയ്യും. കലിമാത്തുഹു, അതിൻ്റെ കലിമത്തുകൾ, അങ്ങനെ ജസ്മ് ചെയ്യുന്ന ഷർത്തിൻ്റെ കലിമത്തുകൾ. ഷർത്ത് എന്ന് പറഞ്ഞാൽ കണ്ടീഷനായിട്ട് വരുന്നത്. ഇൻ, ഇൻ എന്നതാണ്. അവിടെ നമ്മൾ ഇൻ ഇവിടെ എണ്ണി, ഇന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എണ്ണി. ഇനി നോക്ക് നിങ്ങൾ, വഹിയ ഹർഫുൻ, ഇത് ഹർഫാണ് കേട്ടോ. ഇൻ എന്നത് ഹർഫാണ്. ഇനി നോക്ക് നിങ്ങൾ, വ അയ്യുൻ, വ മൻ, വ മാ, വ മഹ്മ. 1 2 3 4, ഈ 4 എണ്ണം. വഹുന്ന അസ്മാ ഉൻ, ഇവകൾ ഇസ്മാണ്. അപ്പോൾ ഷർത്ത് ആയിട്ട് വരുന്ന പദങ്ങൾ ഹർഫായിട്ടും വന്നിട്ടുണ്ട്, ഇസ്മായിട്ടും വന്നിട്ടുണ്ട്. അതുപോലെ വ ഐന, വ മത, വ അയ്യാന, വ ഹൈസു, വ ഹൈസുമ, വ അന്ന, വ ഇസ്മ, വ ഇദാമ. ഇവകളൊക്കെയോ വഹുന്ന ളുറൂഫുൻ, ഇവകൾ ലർഫുകളാണ്. ഇവകൾ എന്താണ്? ലർഫുകളാണ്. ലർഫ് എന്ന് പറഞ്ഞാൽ ഇസ്മിൻ്റെ വേറൊരു ഇനാണ്. ഒരു സ്ഥലമോ സമയമോ കുറിക്കുന്ന പദങ്ങൾക്കാണ് ലർഫ് എന്ന് പറയാം. ഐന, എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു സ്ഥലമാണല്ലോ. മത്ത, എപ്പോൾ, സമയമാണ്. അയ്യാന, എവിടെ. ഹൈസു, അതൊക്കെ സ്ഥലം. ഹൈസുമ, അന്ന, ഇദ്മ, സമയമാണ്. ഇദാമ, സമയമാണ്. അപ്പോൾ ഷർത്തു എന്ന് പറഞ്ഞാൽ അത് ഫിഇലിൻ്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. അതിന് കുറച്ച് പദങ്ങളുണ്ട്. ഒന്ന് ഇൻ എന്നതാണ്, ഒന്ന് അയ്യുൻ 2, മൻ 3, മാ 4, മഹ്മ 5, ഐന 6, മത്ത 7, അയ്യാന 8, ഹൈസു 9, ഹൈസുമ 10, അന്ന 11, ഇദ്മ 12, ഇദാമ 13 എണ്ണം. 13 പദം ഷർത്തിന് വരും. ഫഹാദിഹിൽ കലിമാത്തു, ഈ കലിമത്തുകൾ, ഈ പറയപ്പെട്ട കലിമത്തുകൾ, ഇസ്മായിട്ടും ഹർഫായിട്ടും ലർഫായിട്ടൊക്കെ വരുന്ന ഈ ഷർത്തിൻ്റെ കലിമത്തുകൾ, തജ്സിമു, അവകൾ ജസ്മ് ചെയ്യും, അൽ അഫ്ആൽ അൽ മുസ്തഖ്ബിലത, മുസ്തഖ്ബിലായ ഫിഅലുകൾക്ക് ജസ്മ് ചെയ്യും. ഇവകളും എന്ത് ചെയ്യും? മുസ്തഖ്ബിലായ ഫിഅലുകൾക്ക് ജസ്മ് ചെയ്യും. വജവാബുഹ, ഇവകളുടെ ജവാബും, ഷർത്ത് പറയുമ്പോൾ ഒരു കണ്ടീഷൻ പറയുമ്പോൾ ഇതിനൊരു ജവാബ് വരും. നീ വന്നാൽ, അത് ഷർത്ത. ഞാൻ നിന്നെ ബഹുമാനിക്കും. അപ്പോൾ അതെന്താണ്? അതിൻ്റെ ജവാബാണ്. നീ വന്നാൽ ഞാൻ നിന്നെ ബഹുമാനിക്കും. അപ്പം അവിടെ അതിൻ്റെ ജവാബും, രണ്ട് പദം, 2 മുസ്തഖ്ബിലായ ഫീലുണ്ടാവും. ഒന്ന് ഷർത്തായിട്ട് വരുന്ന മുസ്തഖ്ബിലായ ഫീലുണ്ടാവും, അതുപോലെ ജവാബായിട്ട് വരുന്ന മുസ്തഖ്ബിലായ ഫീലുണ്ടാവും. അപ്പോൾ ഈ ഷർത്തുകളുടെ ജവാബ് ഐലൻ, അതും ജസ്മും ഒക്കെപ്പെട്ടതാണ്. എപ്പോ? ഇദാ കാന ബിഗൈരി ഫാഇൻ, ഫാഓട് കൂടെ അല്ല വന്നത് എങ്കിൽ. ജവാബിൽ ഫാ ഉണ്ട് എങ്കിൽ വേറെയാണ് വരിക. ഫാ ഇല്ല എങ്കിൽ ജസ്മാണ്. ജവാബിൽ ചിലപ്പോൾ ചില സ്ഥലത്ത് ഫാ ഓ ചേർന്നിട്ട് വരും. ആ മുലാരി, ജവാബായി വരുന്ന മുലാരിയായ മുസ്തഖ്ബിലായ ഫീലിൻ്റെ മുമ്പിൽ ഒരു ഫാ ഉണ്ടായിട്ട് വരും. അപ്പം ജസ്മ് ചെയ്യൂല. ഫാ ഇല്ലെങ്കിൽ ജവാബും ജസ്മ് ചെയ്യപ്പെടും. ക്ലിയർ ആണോ? ഓക്കെ ആണോ?
എവിടെ ഫൈസ? ആ തഖൂലു നീ പറയും. ഇൻ തുക്കിരിംനി ഉണ്ടോ, ഇൻ തുക്കിരിംനി ഉക്കിരിംക ഉണ്ടോ, തുക്കിരിം തുക്കിരിമൂന്നുണ്ടാകുക, ഉക്കിരിമൂന്ന് എവിടെ ഉണ്ടാകുക. അത് രണ്ടിനും ഷർത്തിനും ജവാബിനും ജസ്മ. ഇൻ തുക്കിരിംനി നീ എന്നെ ബഹുമാനിച്ചാൽ, ഉക്കിരിംക ഞാൻ നിന്നെയും ബഹുമാനിക്കും. നീ എന്നെ ബഹുമാനിച്ചാൽ ഞാൻ നിന്നെയും എന്ത് ചെയ്യും, ബഹുമാനിക്കും. വമഹുമാ തഖ്റുജ് നീ പുറപ്പെട്ടാൽ, അഖ്റുജ് ഞാനും പുറപ്പെടും. മഹ്മ തഖ്റുജ് അഖ്റുജ് നീ പുറപ്പെട്ടാൽ ഞാനും പുറപ്പെടും. വഹൈസുമാ തൻസിൽ നീ എവിടെ ഇറങ്ങിയാലും, ഹൈസുമ എവിടെ ഒരു സ്ഥലമാണ്, നീ എവിടെ ഇറങ്ങിയാലും അഞ്ചിൽ ഞാനും അവിടെ ഇറങ്ങും. അല്ലാഹു തആല പറയുന്നു, വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുക്കും ബിഹില്ലാ. തുബ്ദൂന എന്നുണ്ടാവും അവിടെ, ഇൻ വന്നപ്പോൾ തുബ്ദൂ ആ നൂന കളയിലുണ്ട് ജസ്മി. യുഹാസിബ് അതാണ് ജവാബ്, യുഹാസിബ് അവിടെയും ജസ്മി. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് പരസ്യമാക്കിയാലും മൂടി വെച്ചാലും അള്ളാഹു അതിനക്ക് എന്താണ് വിചാരണ ചെയ്യും എന്നാണ്. യുഹാസിബ് എന്നുള്ളതാണ് അതിൻ്റെ ജവാബ്. ഫാവ് വന്നിട്ടില്ല, അതുകൊണ്ട് ഫാവ് വരാത്തത് കൊണ്ട് അതിനെന്ത് ചെയ്തു, ജസ്മ് ചെയ്തു. ഇനി നോക്ക് നിങ്ങൾ, ഫഇദ അദ്ഖൽത അപ്പോൾ ഫാവ് വന്നാലോ അതിനെക്കുറിച്ച് ഇനി പറയണേ. ഫഇദ അദ്ഖൽത നീ പ്രവേശിപ്പിച്ചാൽ, ഫി ജവാബിഹി ആ ഷർത്തിൻ്റെ ജവാബിൽ നീ പ്രവേശിപ്പിച്ചാൽ, അൽ ഫാഇനെ പ്രവേശിപ്പിച്ചാൽ, റഫഅതഹു അപ്പോൾ അതിൻ്റെ ജവാബിനക്ക് നീ എന്ത് ചെയ്യണം, റഫ് ചെയ്യണം. ഞാൻ ഇതുപോലെ ഇൻ തുക്രിംനി ഫഉക്രിമുക ഉക്രിം ഇവിടെ ശരിക്ക് ഫാ ഇല്ലെങ്കിൽ ഉക്രിംക എന്നാ പറയേണ്ടത്, പക്ഷെ അവിടെ ഫഉക്രിമുക ആണോ. അല്ലാഹു തആല വമൻ ആദ ഫയൻതഖിമു യൻതഖിമു യൻഫഇലു ഫയൻതഖിമുല്ലാഹു മിൻഹു. ഫാ വന്നപ്പോൾ അതിൻ്റെ ജവാബിൽ എന്ത് ചെയ്തു, റഫ്അ് ചെയ്തു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഒന്ന് നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കി. സംശയമൊന്നുമില്ലല്ലോ? ജസ്മ് ചെയ്യുന്ന ഹർഫുകളാണ് നമ്മൾ പറഞ്ഞത്. ലം ലമ്മ, അലം അലമ്മ, ലാമു ഫിൽ അംരി ലാ ഫിൻ നഹി. പിന്നെ ഷർത്ത് ജസായിനെ കുറിച്ച് പറഞ്ഞു, അതും മുസ്തഖ്ബിലായ ഫീലിനിക്ക് ജസ്മ് ചെയ്യും. അതിന് ഇന്നുണ്ട്, അയ്യുൻ, മൻ, മാ, മഹ്മ. ഇൻ എന്നത് ഹർഫാണ്, ഈ 4 ഇസ്മാണ്, ബാക്കി 9 ലർഫുകളാണ്, മൊത്തം 13. ഈ പറയപ്പെട്ടത് മുസ്തഖ്ബിലായ ഫീലിനിക്ക് ജസ്മയും അതിൻ്റെ ജവാബിനും ജസ്മയും. എപ്പോൾ
ആ ജവാബിൽ ഫാ ഇല്ലെങ്കിൽ. ഫാ വന്നാലോ, ഫായിനെ നീ പ്രവേശിപ്പിച്ചാലോ അപ്പോൾ റഫ് ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്, നോക്കണേ. ഫസ്ലുൻ, ചെറിയൊരു ഫസ്ലാണ്. വറുബ്ബമ, ചിലപ്പോൾ. റുബ്ബമ, ചിലപ്പോൾ. യുളുമറുൽ ഫിഇലു, ഫിഇല് മറക്കപ്പെടും. ഫിഇല് മറക്കപ്പെടും. എങ്ങനെയുള്ള ഫീലാണ്? അല്ലദീ യദ്ഖുലു അലൈഹി ഹർഫു ഷർത്തി, ഷർത്തിന്റെ ഹർഫ് പ്രവേശിച്ച ഫിഇല് മറക്കപ്പെടും. ഷർത്തിന്റെ ഹർഫ് നമ്മൾ ഉദാഹരണം ഇവിടെ നോക്കി. ഉദാഹരണം നോക്കി നിങ്ങൾ. ഇൻ സൈദുൻ കാമ ഉണ്ടോ? ഈ ഇന്നുള്ള ഷർത്തിന്റെ ഹർഫാണ്. അത് പ്രവേശിച്ച ഫീല് അത് മറക്കപ്പെട്ടു. ഇവിടെ കാണുന്നുണ്ടോ? നേരെ ഇസ്മ കാണുന്നത്. എന്നിട്ട് ഫയുഫസ്സറു, ആ മറക്കപ്പെട്ട ഫീലിനെ വിശദീകരിക്കപ്പെടും. ബി ഫിഇലിൻ ലാഹിരിൻ, ഒരു ലാഹിറായ ഫീൽ കൊണ്ട്. ബഅദഹു, അതിനുശേഷം. അതാ കാമ, ലാഹിറായ ഫീൽ കൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? അതിനെ വിശദീകരിക്കപ്പെട്ടു. അപ്പൊ ഇൻ കാമ സൈദുൻ എന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. ഇവിടെ സൈദുൻ എന്നുള്ളതിന് ശേഷം ഒരു കാമ എന്ന ലാഹിറായ ഫീൽ വന്നപ്പോൾ. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ ഷർത്തിന്റെ അക്ഷരം പ്രവേശിക്കുന്ന ഫിഇലുകൾ മറക്കപ്പെടും. അതിനെ ലാഹിറായ ഒരു ഫീല് കൊണ്ട് ശേഷം വിശദീകരിക്കപ്പെടുകയും ചെയ്യും, ആ മറക്കപ്പെട്ടതിനെ. അങ്ങനെയും വരാം. ഫയക്കൂനു, അപ്പോൾ സൈദുൻ, ഇവിടെ സൈദുൻ എന്നത് ശ്രദ്ധിക്കണേ. ഇവിടെ സൈദുൻ എന്നുള്ളതിന് റഫ് കിട്ടിയല്ലോ, അത് നമുക്ക് ചർച്ച ചെയ്യണമല്ലോ. അപ്പോൾ സൈദുൻ എന്നതാകും റഫ് വെക്കപ്പെട്ടതാകും ബി ഫിഇലിൻ മുദ്മരിൻ, മറക്കപ്പെട്ട ഒരു ഫീൽ കൊണ്ട്. അവിടെ ഒരു സങ്കല്പനയിൽ ഒരു ഫീലുണ്ട്, കാമ എന്നൊരു ഫീലുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഫായിലായിട്ട് ഇതിന് റഫ് കിട്ടിയതാണ്. യുഫസ്സിറുഹു മാ ബഅദഹു, അതിന് ശേഷമുള്ളത് അതിനെ വിശദീകരിക്കും. ഏത്? എങ്ങനത്തെ മറക്കപ്പെട്ട ഫീലാണ്? ആ മറക്കപ്പെട്ടതിനെ വിശദീകരിക്കും. ആ സൈദിന് ശേഷമുള്ളത് ബഹുവ, ശേഷമുള്ളത് ഏതാ? കാമ എന്നുള്ളതാണ്. അപ്പോൾ വത്തഖ്ദീറു, സങ്കല്പന ഇൻ കാമ സൈദുൻ കാമ എന്നാണ്. സങ്കല്പനയിൽ ഇൻ കാമ സൈദുൻ കാമ എന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഫിഇലുമായിട്ട് പ്രത്യേകമാക്കപ്പെട്ടതാണ് ഷർത്ത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇസ്മിനല്ലേ എന്ന് ചോദ്യം വരും. ആ ചോദ്യത്തിന് മറുപടിയാണ് പറഞ്ഞു. ഇവിടെ ഇൻ സൈദുൻ എന്ന് പറഞ്ഞോടത്ത് ഫീലുമായിട്ട് പ്രത്യേകമായതല്ലല്ലോ, ഇസ്മിനോട് ചേർന്ന് വന്നില്ലേ? അപ്പോൾ നമ്മൾ അതിന് മറുപടി പറയാണ്, ചില സമയങ്ങളിൽ ഫീലുകൾ മറക്കപ്പെടും. ആ മറക്കപ്പെട്ട ഫീലിനെ ശേഷം ലാഹിറായ മറ്റൊരു ഫീൽ കൊണ്ട് വിശദീകരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഇൻ സൈദുൻ കാമ എന്ന് പറഞ്ഞ് നിങ്ങൾ ചോദ്യമായി വരണ്ട. ഇൻ സൈദുൻ കാമ എന്നുള്ളതിൻ്റെ സങ്കല്പനയിൽ ഇൻ കാമ സൈദുൻ കാമ എന്ന ഫീലുണ്ട്. അപ്പോൾ ഓൾറെഡി ഫീലിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഷർത്ത് എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? കാശിഫ പറയണോ? ഫൈസക്ക് മനസ്സിലായില്ലേ? അതായത് കാശിഫ ശ്രദ്ധിച്ചോ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്നാണ് വസ്സർത്തു ഐലൻ മിൻ ഖവാസിൽ ഫിഇലി, ഫിഇലിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. അപ്പോൾ ഒരു ചോദ്യം നമ്മൾ എടുത്തു വരികയാണ്. കണ്ടാ, ഇൻ സൈദുൻ കാമ എന്നുള്ളിടത്ത് എവിടെ ഫീല്? ഷർത്ത് ഇൻ എന്നുള്ളത് ഫീലിൻ്റെ പ്രത്യേകതകളാണെങ്കിൽ ശേഷം ഫീലല്ലേ വരണ്ട്. ഇതിപ്പോൾ ഇവിടെ ഉദാഹരണമാണ്, ഖുർആനിലും അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് ചോദിക്കും. വ ഇൻ അഹദുൻ മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫഅജിർഹു. വ ഇൻ അഹദുൻ മിനൽ മുശ്രിക്കീൻ, അഹദ് എന്നുള്ള ഇസ്മല്ലേ വന്നത്, ഫീലുമായിട്ട് പ്രത്യേകത ഉണ്ട് നിങ്ങൾ വെറുതെ പറയാം? അങ്ങനെ പറയാൻ പറ്റുമല്ലോ. ഇവിടെ ഇസ്മല്ലേ വന്നത് എന്ന് ചോദിക്കും. അപ്പം അതിന് മറുപടി പറയാണ്, ചില സമയങ്ങളിൽ, ചിലപ്പോൾ ഷർത്തിൻ്റെ അക്ഷരം പ്രവേശിച്ച ഫിഇല് മറക്കപ്പെടും. ഇവിടെ മറിഞ്ഞിരിക്കുകയാണ്, ഇവിടെയും മറിഞ്ഞിരിക്കുകയാണ്. ഇൻ സൈദുൻ കാമ എന്നുള്ളിടത്ത് എന്താണ്? മറിഞ്ഞിരിക്കുകയാണ്. ഇൻ കാമ സൈദുൻ കാമ എന്നാണ്.
വ ഇൻ അഹദുൻ മിനൽ മുശ്രിക്കീൻ അവിടെയും പറഞ്ഞിട്ടുള്ളത് തഖ്ദീറു സങ്കൽപ്പന വ ഇനിസ്തജാറക അഹദുൻ മിനൽ മുശ്രിക്കീന വ ഇനിസ്തജാറക ഇസ്തജാറക അഹദുൻ മിനൽ മുശ്രിക്കീൻ ഇസ്തജാറക ഈ ഇസ്തജാറക ഇവിടെ കണ്ട രണ്ടാമത്തെ ഇസ്തജാറക ഇതിനെന്ത് ചെയ്യുന്നു വിശദീകരിക്കുന്നു വിശദീകരിക്കുന്നു ഏത് ഈ രണ്ടാമത്തെ ഇസ്തജാറക്ക അവിടെ ഒരു ഫീലിനെ കളഞ്ഞിട്ടുണ്ട് മറഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് വിശദീകരിക്കുന്നു. എന്താ അങ്ങനെ സങ്കല്പിക്കണം, സങ്കല്പനയിൽ അങ്ങനെയെന്ന് പറയാൻ കാരണം എന്താ? ലിഅന്ന ഷർത്ത കാരണം ഷർത്ത് ലാ യദ്ഖുലു ഫിൽ ഇസ്മി അത് ഇസ്മിൽ പ്രവേശിക്കൂല അലൽ അസഹി പ്രബലമായ അഭിപ്രായ പ്രകാരം അതെന്താവൂല ഇസ്മിൽ പ്രവേശിക്കൂല, ഇസ്മിൻ്റെ മേൽ പ്രവേശിക്കൂല. അപ്പോൾ പിന്നെ ഇവിടെ ഇസ്മിൻ്റെ വന്നത് അവിടെ നമ്മൾ എന്ത് സങ്കല്പിക്കണം? ഇവിടെ ഒരു ഫിഅൽ സങ്കല്പനയിലുണ്ട് എന്ന് സങ്കല്പിക്കണം. ക്ലിയർ ആണോ? പൈസ ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഷർത്തിൻ്റെയും ജസാഇൻ്റെയും കാര്യങ്ങളാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് നോക്കി. മതിയാ? അടുത്ത് പിന്നെ എടുക്കാം. ക്ലിയർ ആണോ? അടുത്തത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്നലത്തെ ക്ലാസ് കേട്ടോ ജുമാന? ഇന്നലത്തെ ക്ലാസ് കേൾക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഈ ക്ലാസ്. നമ്മൾ ഇനി പറയാൻ പോകുന്ന ഈ ഹെഡിങ് ഇത് അതിൻ്റെ ബാക്കിയാണ്. ഇതൊന്നുകൂടി നമുക്ക് പറയാം. ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ ഇന്നലെ നമ്മൾ പറഞ്ഞത് ചുരുക്കി പറയാം. നസ്ബ് ചെയ്യുന്നതാണ് ബാബുൽ ഹുറൂഫില്ലത്തി തൻസിബുൽ അഫ്ആൽ മുസ്തഖ്ബിലത്ത മുസ്തഖ്ബിലായ ഫീലുകൾക്ക് നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ അതാണ്. അൻ ലൻ കൈ ഇദൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൻ എന്ന് വരുമ്പോൾ എപ്പോഴാണ് വരിക? അന്ന് ചില സമയത്തിൻ്റെ അടുക്ക് മറക്കപ്പെടുന്നു പറഞ്ഞു. അന്നുള്ളത് അത് ജെറിൻ്റെ അല്ല, ഹത്ത വാവ് പിന്നെതാ ഈ വൽ ജവാബാത്തു സബ്ഉ എന്ന് പറഞ്ഞു. ഇതിന് ശേഷവും മറക്കപ്പെടും. ഈ ജവാബാത്തുകളാണ് നമ്മളിനി പറയുന്നത് ഇവിടെ. അത് ഇൻഷാ അല്ലാഹ് അടുത്ത് പറയാം. ഏതൊക്കെയാണ്? അംർ, നഹി, ഇസ്തിഫാം, ദുആ, ജഹദ്, തമന്നി, അർള്, തഹ്ലീൽ. 6 അവിടെ പറഞ്ഞിട്ടുള്ളൂ. 7 പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ 1 2 3 4 5 6 7 8 ഉണ്ട്. അപ്പോൾ അതൊന്ന് കൂടിയിട്ടുണ്ട്. അത് അതേ മീനിങ്ങിൽ തന്നെയാണ്. അപ്പോൾ അത് ഒന്ന് കൂടിയിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാണ്, എഴുത് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പഠിക്കുന്നു പറഞ്ഞു. പഠിക്ക് വിജയിക്കും, പഠിക്ക് വിജയിക്കും. അപ്പോൾ അവിടെ ഒരു ഷർത്ത് സങ്കല്പിക്കും. പഠിച്ചാൽ വിജയിക്കും. എഴുതിയാൽ രക്ഷപ്പെടും. അവിടെ എന്തുണ്ട്? പഠിച്ചാൽ വിജയിക്കുന്ന ഒരു സങ്കല്പനയിൽ വരുന്നുണ്ടല്ലോ. ഷർത്തിന്റെ സ്ഥാനത്താണ് പഠിക്ക്, നീ വിജയിക്കും, പഠിച്ചാൽ വിജയിക്കും. അതേപോലെ അല്ലാഹുവേ നീ എന്നെ സഹായിച്ചാൽ എനിക്ക് അനുഗ്രഹം കിട്ടും. ചില വിഷയങ്ങളിൽ ഉണ്ടോ അമ്രായാലും കൽപ്പന നഹി അത് ചെയ്യരുത് എന്ന്. ചെയ്യാതിരുന്നാൽ നീ രക്ഷപ്പെട്ടു. നീ എന്നെ സന്ദർശിക്ക്. അപ്പോൾ അത് എന്തിൻ്റെ സ്ഥാനത്താണ്? നീ എന്നെ സന്ദർശിച്ചാൽ അസുർക്ക, ഞാൻ നിന്നെ സന്ദർശിക്കുന്നതിൻ്റെ സ്ഥാനത്താണ്. ഇങ്ങനെ വരുന്നതിനാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം പറയാം. അപ്പോൾ
ഫിഇലുകൾക്ക് ജസ്മ് ചെയ്യുന്ന അക്ഷരവും നസ്ബ് ചെയ്യുന്ന ഹർഫുകളെയും കുറിച്ച് നമ്മൾ സംസാരിച്ചു, പറഞ്ഞു, വിശദീകരിച്ചു. ക്ലിയർ അല്ലേ? ഇതാ ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ: ലം, ലമ്മ, അലം, അലമ്മ, ലാം, അമ്രിലാമും നഹിയിലായും. ഇന്നും ഹർഫ് തന്നെയാണ്. ഇന്ന് നമ്മൾ മറ്റോടത്ത് എണ്ണിയിട്ടില്ല, നേരെ ഷർത്തിൻ്റെ അവിടെ എണ്ണിയത്. അസ്മാ ഉൽ ജസ്മ് ചെയ്യുന്ന ഇസ്മുകൾ: അയ്യുൻ, മൻ, മാ, മഹ്മ. മറ്റേ നോക്ക് നിങ്ങൾ: ഐന, മത്ത, ലർഫ്, അയ്യാന, ഹൈസു, ഹൈസുമ, അന്ന, ഇദ്മ, ഇദാമ. ഇവിടെ നിങ്ങൾക്കത് കാണാം. സുർനി അസുർക്ക, അമ്ര സുർനി അസുർക്ക ആണ് അവിടെ അസൂർ എന്നുള്ളതിന് ജസ്മ ചെയ്ത്. ഇനി ഫാ വരുമ്പോൾ നസ്ബ് ചെയ്യും. സുർനി ഫ അസൂറക്ക. അതാണ് നമ്മൾ നസ്ബ് ചെയ്യും. അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ജവാബാത്ത് സബയിൽ 7 ജവാബുകളിൽ വരും. അപ്പോൾ ഫ അൻ അസൂറക്ക എന്നുണ്ട്. ഓക്കെ, ചോദിക്കാം. ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ ഏതെല്ലാമാണ്? കാശിഫ, ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ ഏതൊക്കെയാണ്? ഇൻ, ലം, ലമ്മ, അലം, അലമ്മ, ലാമുൻ, യെസ്. ഷർത്തിന്റെ കലിമത്തുകളിൽ ഹർഫുകളുമുണ്ട്, ഇസ്മുകളുമുണ്ട്, ലർഫുകളുമുണ്ട്. ഏതെല്ലാം പറയാൻ കഴിയുമോ ഫൈസ? ജുമാന, രണ്ടാളും കൂടി പറ. ഇൻ ഹർഫു, ഇന്ന്, പിന്നെ മൻ, മൻ, അയ്യുൻ, മൻ, മാ, മഹ്മ. ലർഫുകളോ ഫൈസ പറ. യെസ്. അടുത്ത് ശ്രദ്ധിക്കണേ. ഇസ്തജാറക എന്ന് സങ്കല്പിക്കണം. ഫീ ഖൗലിഹി വഇൻ അഹദും മിനൽ മുസ്രിക്കീന ഇസ്തജാറക ലിമ. എന്തിനാണ് അങ്ങനെ സങ്കല്പിക്കുന്നത്? എന്തായാലും കാരണം കാശിഫ, ഇസ്തജാറക എന്ന് സങ്കല്പിക്കണം. എന്തിനാണ് സങ്കല്പിക്കുന്നത്? ഇസ്മിൽ എന്താവൂല? ഇസ്മിൽ പ്രവേശിക്കില്ല. ഓക്കെ, ഇസ്മിൽ പ്രവേശിക്കില്ല. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം? ഇസ്തജാറക സങ്കല്പിക്കണം. ഇവിടെ ജസ്മ് ചെയ്യുന്ന മുലാരിയ ഫീലിക്ക് ജസ്മ് ചെയ്യുന്ന അക്ഷരങ്ങളെയും അവിടെ എങ്ങനെയാണ് ജസ്മ് കിട്ടിയത് എന്നതിനെയും കുറിച്ച് പറയാനാട്ടോ. ഹറബൽ ജബാനു, ഭീരുവായ ഒരാൾ ഓടിപ്പോന്നു. മിനൽ ഗസ്വത്തി, യുദ്ധത്തിൽ നിന്ന്. ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. വഖാല, എന്നിട്ട് പറഞ്ഞു, യാ ഉമ്മി, ഉമ്മ, ലാ തറുദ്ദീനി, നിങ്ങൾ എന്നെ എന്താവരുത്, മടക്കി അയക്കരുത്. ഞാൻ യുദ്ധത്തിൽ നിന്ന് പേടിച്ചോടി വന്നിക്കാണ്, ഇനി എന്നോട് പോകാൻ പറയരുത് എന്ന് പറഞ്ഞു. ലം തർലൽ ഉമ്മു അൽ ജുബ്ന, ഉമ്മാക്ക് ഈ ഭീരുത്വം ഇഷ്ടമല്ല. അപ്പോൾ കാലത്ത് ഉമ്മ പറഞ്ഞു, ലാ തതിനു മിന്നി, നീ എൻ്റെ അടുക്കൽ അടുത്തു പോരുക. നീ ചെല്ല് ഇലാ കൗമിൻ,
ഒരു കൗമിലേക്ക് നീ പോ. ലമ്മാ യത്തഖല്ലൗ അനിൽ വാജിബ്, അവർ വാജിബായ കാര്യങ്ങളിൽ നിന്നും ഒഴിവാകൂല. വലം യഖ്ശൗ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ അവർ പേടിക്കുകയില്ല. അതുകൊണ്ട് ഫൽ യദ്ഹബ് ജുബ്നുക, നിന്റെ ഭീരുത്വം അവിടുന്ന് പോവട്ടെ. ഇൻ തജിദുഹു, നീ അവരെ എത്തിച്ചാൽ യഫിറ ജുബ്നുക, നിന്റെ ഭീരുത്വം നിന്നെ ഓടിപ്പോവും. ഇദ്മാ തുഹിബ്ബഹും യസിദ് ലക്കൽ ഈമാൻ, നീ അവരെ ഇഷ്ടപ്പെടുമ്പോഴൊക്കെ നിനക്ക് ഈമാൻ വർദ്ധിക്കും. വമതാ തുറാഫിഖുഹും യക്വി ഹിമമുക, നീ അവരുടെ കൂടെ കൂട്ടുചേർന്നാൽ, എപ്പോഴൊക്കെ കൂട്ടുചേരുന്നുവോ അപ്പോൾ നിന്റെ ഹിമ്മത്ത് വർദ്ധിക്കും, നിന്റെ മനക്കരുത്ത് വർദ്ധിക്കും. വ ഐന അസ്മഅക അഫ്തഖിർ ബിക, ഞാൻ നിന്നെക്കുറിച്ച് എവിടെ വെച്ച് കേട്ടാലും ഞാൻ നിന്നെ കൊണ്ട് അഭിമാനം കൊള്ളും. അന്നാ യസ്മഅകൽ അദുവു, ശത്രു എവിടെ വെച്ച് നിന്നെ കേട്ടാലും, നിന്റെ പേര് കേട്ടാലും, യഹ്റബ് മിൻക, ഓനോടിപ്പോവും. അയ്യാന തൻസിൽ, നീ എവിടെ ഇറങ്ങിയാലും, യഖ്റുബു മിൻകൽ അഖ്യാറു, നല്ലവരൊക്കെ നിന്റെ അടുത്ത് വരും. വമൻ യഖ്റുബു മിൻക യുഹ്ബബ്, നിന്നോട് അടുത്ത ആളുകളൊക്കെ യുഹ്ബബ്, ഇഷ്ടപ്പെടും. വമൻ യുഹ്ബബ്, നിന്നെ ഇഷ്ടപ്പെട്ടവരൊക്കെ ഫയുക്രം, അവർ ആദരിക്കപ്പെടും. വകൈഫമാ തമുത് തകുൻ ഷഹീദൻ, നീ എങ്ങനെ മരിച്ചാലും നീ ഷഹീദാവും. വഹൈസുമാ തസ്തശ്ഹിദ്, നീ ഷഹീദായി കഴിഞ്ഞാൽ തദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ, വിചാരണ ഇല്ലാതെ നീ സ്വർഗത്തിൽ പ്രവേശിക്കും. കുറേ ഉണ്ട് അല്ലേ? ഫസ്റ്റ് വരിയിൽ ഏതാ ഉള്ളത്? ഫസ്റ്റ് വരിയിൽ ഏതാ ഉള്ളത്? പറ. യെസ്, ലം തർല. അവിടെ എങ്ങനെ ജസ്മ കിട്ടിയത്? അവിടെ എങ്ങനെ ജസ്മ കിട്ടിയിരിക്കുന്നത്? റളിയ യർലാ എന്നാണ് ഫീൽ, അവസാനത്തെ കളയിലുകൊണ്ടാണ് ജസ്മ കേട്ടോ. റളിയ യർലാ, അവസാനത്തെ കളയിലുകൊണ്ട് ജസ്മ. ഓക്കെ. ലാ, പിന്നെ ലാ തറുദ്ദീനി, ലാ തറുദ്ദീനി, ആ നീ എന്തല്ല തഫ്അലീന എന്ന് പറയുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ആ നൂനല്ല അത്, അത് നെഹിയന്റെ ലായാണ്. ലാ തഫ്അൽ ലാ യഫ്അൽ ലാ യഫ്അല ലാ യഫ്അലു, ലാ തഫ്അൽ ലാ തഫ്അല ലാ യഫ്അൽന, ലാ തഫ്അൽ ലാ തഫ്അല ലാ തഫ്അലു, ലാ തഫ്അലീ, അതാണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? അത് നെഹിയന്റെ ലായാണ്. ഏതാ? നീ അടുത്തു പോകരുത്. ഇതാ, നീ എന്താ അടുത്തു പോകരുത് മിന്നി, അവിടെയും ലാ നെഹിയന്റെ ലായാണ്, അവസാനത്തെ കളയിലുകൊണ്ട് ജസ്മ. ഇതാ, പിന്നെ അവിടെ ഇതിൽ പറയതാ, കട്ട് ചെയ്തിട്ട് ഇതായി മതി കേട്ടോ, കട്ട് ചെയ്തിട്ട്. ആ ലമ്മായത്തഖല്ലൗ അല്ലേ? യെസ്, അവിടെ നൂന് കളയിലുകൊണ്ട് ജസ്മ. ലം യഖ്ശൗ, അവിടെയോ? അവിടെയും നൂന്നെ കളയിലുണ്ട് കേട്ടോ. ഇതോ, ഈ ലാമ ഏതാ? ഇതും ജസ്മാണ്. ഇതെന്ത് ലാമ? ഫൽ യദ്ഹബ്, അതെന്ത് ലാമ? അതെന്ത് ലാമാണ്? ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു അത് അംബ്രിന്റെ ലാമാണ്. അംബ്രിന്റെ ലാം, അംബ്രിന്റെ ലാം ഫാ ഓ വാവോ വരികയാണെങ്കിൽ ശേഷം നമ്മൾ ഫലി യദ്ഹബ് എന്ന് പറയില്ല, ഫൽ യദ്ഹബ്, വൽ യദ്ഹബ്, അങ്ങനെ പറയാം. ഓർമ്മല്ലേ കാശിഫ? അതാണ്. ഇതൊക്കെ ഇൻ തജിദുഹും ഇവിടെയൊക്കെ ഉണ്ട്. ഇൻ തജിദ് കണ്ടോ? ഇതിന്റെ ജവാബിൽ യഫിറ, ഇതിന്റെ ജവാബ് യഫിറ, അത് ജസ്മാണ്. ഫറ യഫിറു, അവിടെ ജസ്മ ചെയ്യുമ്പോൾ യഫിറ എന്നാണ് പറയാം. ഇദ്മാ തുഹിബ്ബഹും,
നമുക്ക് പിന്നെ പറയാം. ഇവിടെ ജസ്മ് ചെയ്യുന്ന നിങ്ങൾ റംജാൻ എത്താത്തതുകൊണ്ടാണ്, സർഫിൻ്റെ ഭാഗം കഴിയാത്തതുകൊണ്ടാണ് കൺഫ്യൂഷനാണ്. ജസ്മിൻ്റെ എപ്പോഴും സുക്കൂന് മാത്രമല്ല, വാരിയായ ഫീലിനിക്ക് ജസ്മ് ചെയ്യുമ്പോൾ എപ്പോഴും സുക്കൂന് കൊണ്ട് മാത്രമല്ല ജസ്മ് വരിക. സുക്കൂന് കൊണ്ട് വരും, പിന്നെ അവസാനത്തെ കളയിൽ കൊണ്ട് വരും, പിന്നെ ഫത്തഹത്ത് കൊണ്ട് ജസ്മ് വരും. യഫിറ എന്നുള്ളടത്ത് ഫത്തഹത്താ. ഇദ്മാ തുഹിബ്ബ അവിടെയും ഫത്തഹത്ത് കൊണ്ടാണ് ജസ്മ്. അത് അവസാനം ഇങ്ങനത്തെ ഷദ്ദ് വെക്കപ്പെട്ട അക്ഷരങ്ങൾ വരുമ്പോൾ അങ്ങനെ ജസ്മ് ചെയ്യാം. ചിലപ്പോൾ എന്താ പറയുക, ന്യൂനിനെ കളയിൽ കൊണ്ട് ജസ്മ് വരും. നമ്മുടെ ലമ്മ യത്തഖല്ലൗ എന്ന് പറഞ്ഞിടത്തൊരു ന്യൂനുണ്ട്, ആ ന്യൂനെ കളഞ്ഞു. ലം യഖ്ഷൗ എന്നുള്ളിടത്ത് ന്യൂൻ യഖ്ഷൗന, ആ ന്യൂനെ കളഞ്ഞു. മുഅ്തല്ലായ ഫീലുകളും ഒക്കെ ആയി വരുമ്പോൾ, അതുപോലെ മറ്റ് ഘട്ടങ്ങളിലൊക്കെ ന്യൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫും ന്യൂനിനെ കളയൽ കൊണ്ട് ജസ്മും നസ്ബുമാണ്. അത് പഠിച്ചിട്ടുണ്ടല്ലോ. ലം യഫ് അല, ശരിക്കും അവിടെ യഫ് അലാനി എന്നുണ്ടാവും. ന്യൂനെ കളഞ്ഞു, ലമ്മു വന്നപ്പോൾ. ലെന്നു വന്നപ്പോഴും കളഞ്ഞു, ലൻ യഫ് അല എന്ന് പറഞ്ഞു. സർഫ് കുറച്ച് എത്താത്തതുകൊണ്ടാണ് ഇങ്ങനെ കൺഫ്യൂഷൻ. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലാക്കണം? ജസ്മ് ചെയ്യുന്ന ലെറ്ററുകൾ അത് ഇസ്മാവാം, ഹർഫാവാം, ദർഫുകളാവാം. അത് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? യെസ്, നമുക്ക് ഇതും കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, പൂർണ്ണമായിട്ട് അതിൻ്റെ വിഷയങ്ങൾ പറയാം ഇൻഷാ അല്ലാഹ്. ഇന്നത്തെയും ക്ലാസ് ഒന്നുകൂടി കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, യെസ്. എന്നാൽ വൈൻഡപ്പ് ചെയ്യാം. സല്ലല്ലാഹു അലാ സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി.